ബാലയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. ബാല തന്നെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്നാൽ തന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ആത്മഹത്യയുടെ തെളിവ് ഇല്ലാതെയാക്കി. ചെന്നൈ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി. തൻ്റെ മാതാപിതാക്കളെ കേരള പോലീസും ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തൻ്റെ കുറിപ്പ് തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. എലിസബത്തിൻ്റെ കുറിപ്പ്: നിങ്ങളുടെ പ്ലാനിംഗ് ഇതുവരെ അവസാനിപ്പിച്ചില്ല. ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകൂ. എനിക്ക് PR വർക്ക് ചെയ്യാനുള്ള പണമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ രാഷ്ട്രീയത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ പിൻബലമില്ല. ഒരിക്കൽ ചെന്നൈയിൽ നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി. കേരളത്തിലെ പോലീസ് ഓഫീസർ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. മകളെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പീഡനത്തിന് പിന്നാലെ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിനാൽ എൻ്റെ സമ്മതമില്ലാതെ താങ്കൾ എന്തു ചെയ്താലും അത് പീഡനമാണ്. പണം കൊടുത്തുള്ള കരൾ മാറ്റിവെക്കൽ നിയമത്തിന് എതിരാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല. ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. അത് എനിക്ക് കുറ്റകൃത്യമായിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലും നിയമോപദേശമോ തെറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ തന്നെ തിരിച്ചു. ഞാൻ ശരിക്കും ഭയന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിയമപരമായി നീങ്ങിയാൽ എന്തുകൊണ്ടും നേരത്തെ പറഞ്ഞില്ലെന്ന് അവർ ചോദിക്കും. ചെന്നൈയിൽ പോലീസ് മൊഴിയെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ആരും ചെന്നൈയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. എനിക്ക് മാനസിക സ്ഥിരതയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ ഈ എഴുത്ത് തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ?